നമസ്കാരം. കേരളത്തിലെ സഹകരണ പ്രതിസന്ധിക്ക് ഇരയായ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സമരമുഖത്തേക്ക്. ഇതിന്റെ ഭാഗമായി സഹകരണ നിക്ഷേപകരുടെ സെക്രട്ടേറിയറ്റ് ധർണ ഇന്ന് നടന്നു. കേരളത്തിലെ 16,000-ലധികം സഹകരണ ബാങ്കുകളിൽ ഭൂരിഭാഗവും പ്രതിസന്ധിയിലാണ്. നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് നിക്ഷേപ തുക തിരികെ ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യവും വിവാഹം, ഉപരിപഠനം, ചികിത്സ തുടങ്ങിയ നിർണായക ഘട്ടങ്ങളിൽ ഉപകരിക്കാനാണ് സാധാരണക്കാരായ നിക്ഷേപകർ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നത്. എന്നാൽ ബാങ്കുകൾ പ്രതിസന്ധിയിലായത് കാരണം ഇതിൽ പലർക്കും കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുക തിരികെ കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സഹകരണ നിക്ഷേപകരുടെ വിഷയം ഏറ്റെടുത്ത് LDP സമരമുഖത്ത് എത്തിയതെന്ന് നേതാക്കൾ പറയുന്നു. തുടർച്ച എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മളൊരു സൂചന ധർണയാണ് നടത്തിയത്. സൂചന നടത്തിയെന്ന് പറയുന്നത് അനുഭവത്തിൽ കൂടെയാണ്, നമ്മൾ നേരിട്ടുള്ള അനുഭവത്തിൽ കൂടെയാണ് ഇങ്ങനൊരു പശ്ചാത്തലം ഒരുക്കിയത്. ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാർക്കും മന്ത്രിമാർക്കും വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും പത്രക്കാർക്കും മീഡിയക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം 16,000-ഓളം സഹകരണ സംഘങ്ങളുണ്ട്. 2,40,000 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇത് പാവങ്ങളുടെ പൈസകൾ മാത്രമാണ്. പെൻഷനായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷന്, പെൻഷനായ അധ്യാപകരുടെ പെൻഷന്, തട്ടുകട കച്ചവടക്കാരനാണ്, ഈവൻ ചെറിയ മലക്കറി കച്ചവടം നടത്തുന്ന പാവങ്ങളുടെ ഡെപ്പോസിറ്റാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാരും മുതലാളിമാർക്കും ഒന്നും ഇവിടെ ഇതിൽ പൈസയില്ല. ഉണ്ടായിരുന്ന ഈ പൈസയെല്ലാം അവർ വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞു. ഇതിനിപ്പോൾ അവർ ശുദ്ധമാണ്. അതിന് ചോദിച്ചു. അതിന് അങ്ങനെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ജില്ലാ സഹകരണ ബാങ്കിനെ നിർത്തലാക്കി കേരള ബാങ്കാക്കി. ഇനി അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു അന്വേഷണവും ഇല്ല. ഞാൻ പറയുന്നത് ഇതിലൊക്കെ ഇവരെല്ലാം ഈ മുതലാളിമാർ, ഇവർ വലിയ സ്രാവുകളെല്ലാം അവരുടെ പൈസ വെളുപ്പിച്ചു കൊണ്ട് പോയി കഴിഞ്ഞു. ഇനി കിടക്കുന്നതെല്ലാം പാവങ്ങളുടെ പൈസയാണ്. ഈ പാവങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ കേരളത്തിൽ ആരുമില്ല. ഇവിടുത്തെ ഈ തൊഴിലാളി സർക്കാർ എന്ന് പറയുന്നത് അവരും ആരുമില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയും, എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാനൊരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഒരു ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്തപ്പോൾ അതിൻ്റെ കൺസേൺഡ് അതോറിറ്റീസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മുകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് കേസുകളൊന്നും എടുക്കരുത്, കേസ് കേൾക്കരുത്, ഓർഡർ എഴുതരുത് എന്നാണ്. ഞാൻ ചോദിച്ചു, ഇതിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുക? നമ്മളെപ്പോലുള്ളവർ റെപ്രസെൻറ്റേറ്റീവ്. ഈ സാഹചര്യത്തിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു സൂചനാ ധർണ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിന് രൂപം കൊടുത്തത്. പക്ഷേ അതിൻ്റെ നോട്ടീസും അടിച്ചും കൊണ്ട് നമ്മൾ ഈ കാണുന്ന സഹകരണ സംഘടനകളിൽ ചെന്നപ്പോൾ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ പറയുന്നത്, വയസ്സായ സ്ത്രീ, അവരുടെ 1968 മുതൽ അവർ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ 1 കോടി രൂപയോളമുണ്ട്. ആ പൈസ തിരിച്ചു തരുന്നില്ല. അത് മാത്രമല്ല, ഇവരെ പുലഭ്യം പറച്ചിലേക്ക് നമുക്ക് കേൾക്കാൻ വയ്യ. രാവിലെ 9:30 മണിക്ക് ഈ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് ഇരിക്കുന്നത്, വൈകുന്നേരം 5 മണി വരെ ചോറും കിട്ടിക്കൊണ്ടാണ് അവരവിടെ ചെന്നിരിക്കുന്നത്. തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വളരെ മ്ലേച്ഛ. നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പൈസകൾ വരുമ്പോൾ ഞാൻ വീട്ടിലറിയിക്കും എന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇവരുടെ ഒരു അട്ടഹാസം ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ രണ്ടാമത് നമ്മൾ ഈ പോകുന്ന ഈ പഠനോപകരണം വിതരണം ചെയ്തത് നമുക്ക് പൈസ കടന്ന് കളഞ്ഞിട്ടോ പൈസ ഉണ്ടായിരുന്നിട്ടില്ല. അവിടെ ചെന്നിട്ട് നമ്മുടെ സാറന്മാരെ നമ്മൾ രാവിലെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്, പിള്ളേരുടെ പുസ്തകവും വാങ്ങിക്കണം, പഠനോപകരണം വാങ്ങിക്കണം, പൈസ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് നമ്മളൊരു അങ്ങനെയാണ് 100 കുട്ടികൾക്ക് നമ്മൾ പാഠപുസ്തകം വിതരണം ചെയ്യാൻ. അതിലുള്ള ആളുകൾ തന്നെയാണ് വന്ന് വാങ്ങിച്ചത്. പക്ഷേ ഇതിൽ ഈ വരുന്നവരുടെ തന്നെ അവരുടെ പ്രതികരണം, നിങ്ങൾ ഏത് ബാങ്കിലാണ് ഇട്ടേക്കുന്നത്, എവിടെയാണ് ഇട്ടേക്കുന്നത് പറയാൻ അവർക്ക് പേടിയാണ്. പേടി കഴിഞ്ഞാൽ അവർ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ആശാ വർക്കേഴ്സ് മാത്രമാണെന്ന് പല നേതാക്കന്മാരെ എനിക്ക് ബന്ധമുള്ളതും പല ആളുകളെ സമീപിച്ചുള്ള അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മളതിൽ ഇടപെടില്ല. അത് ഇങ്ങനെ പറഞ്ഞു. കാര്യം നമ്മളെ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ വിളിക്കുമ്പോൾ അവർ ഭരണം നടത്തി വെട്ടിപ്പ് നടത്തിയവരുണ്ട്. മറ്റുള്ള പ്രസ്ഥാനക്കാർ, BJP മറ്റുള്ളവർ, അവർ വെട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് അവരാരും വേണ്ടി നിങ്ങൾ കണ്ടത് നേതാക്കാർ വന്നില്ല. നേതാക്കൾ വരില്ല, അവരിത് എടുക്കൂല. അങ്ങനെ അവരെടുത്തിരുന്നു എങ്കിൽ ഇതൊരു വലിയൊരു പ്രസ്ഥാനം, ഇത് പ്രശ്നമായി മാറുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ത് വില കൊടുത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളിതിനെ പ്രതികരിക്കാൻ നേരത്തെ ഇതൊരു സൂചന ധർണയാണ്. നമ്മൾ അടുത്ത് നിരാകാര പരിപാടികൾ ഗവൺമെന്റിന്റെ കണ്ണൂർ, നമ്മളെ യുദ്ധത്തിനും ഇതിനൊന്നും തയ്യാറല്ല. ഈ പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ സർക്കാരിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ള, അതിനോടൊപ്പം തന്നെ നമ്മൾ മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും അമിത്ഷാ നമ്മുടെ സഹകരണ മന്ത്രിക്കും നിവേദനം കൊടുക്കാൻ വേണ്ടിയുള്ള ഒപ്പെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. ഈ സമരം ഇതിന് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ NDP ഏറ്റെടുത്തുള്ള സമരം നടന്നില്ലേ, ഇതിൻ്റെ ഒരു പരിഹാരം, ഇതിന് അവസാനം കാണുന്നത് വരെ ഈ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഒരാളിൻ്റെയെങ്കിലും പൈസ കിട്ടുന്നതുവരെ ഇന്നെങ്കിലും നമ്മൾ ഈ സമര പരിപാടികൾ നടത്തും.
എന്ന് മാത്രമാണ് എനിക്കത് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ നിങ്ങളുടെ റിക്വസ്റ്റ്, ഈ പത്രക്കാർ നിങ്ങൾ ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ ഏറ്റെടുത്ത് ആര് നടത്തുന്നു? അപ്പം പത്രക്കാർ ചോദിക്കും, ഇവിടെ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ന ആൾ ചെയ്താലും നമ്മൾ ചെയ്യുന്നത്, മനുഷ്യൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരാളിനെ ഒരു നന്മ ചെയ്യുകയാണ്. ആ നന്മ ആര് ചെയ്യുന്നു എന്നല്ല, എന്താണ് അവൻ ചെയ്യുന്നത്, അതാണ് കണക്കാക്കേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നൊന്ന് പറഞ്ഞിട്ട് പോയല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ആത്മാർത്ഥമായിട്ട് പറയുന്നത്, പാവങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ഏറ്റെടുക്കും. എന്തെല്ലാം വഴികളുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം വഴികൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജില്ലാ സഹകരണ ബാങ്ക് പുനഃസ്ഥാപിക്കണം. ജില്ലാ സഹകരണ ബാങ്ക് അബോളിഷ് ചെയ്തതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ക്രൈസിസ് ഇവിടെ ഉണ്ടായത്. അത് ബോധപൂർവ്വം അവർ ചെയ്തു തന്നെയാണ്. ഈ ജില്ലാ സഹകരണ ബാങ്ക് അബോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ വലിയ വൻ സ്രാവുകൾക്ക് കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടായിരുന്നു. അതെല്ലാം അവർ വെളുപ്പിച്ച് അവർ പൈസയായിട്ട് പോയി കഴിഞ്ഞു. ഇനി പൂട്ടിയാലോ പൊളിച്ചാലോ കാര്യമില്ല. കാര്യം ഇനി അവരുടെ പൈസയൊന്നുമില്ല. ഇനി പാവപ്പെട്ടവന്റെ, അർദ്ധപട്ടിണിക്കാരന്റെ, പാവപ്പെട്ടവന്റെ പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആരും ചോദിക്കാനൊന്നുമില്ല. ആ ഒരു രീതി ഈ സർക്കാർ മാറ്റണം. ഇവിടുത്തെ നേതാക്കന്മാർ മാറ്റണം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറ്റണം. BJP-യുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ ഇതിനെതിരെ പ്രതികരിക്കണം. സുരേഷ് ഗോപി കരിവന്നൂർ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കണം. അതിനൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് വിനീയമായി നിങ്ങളോട്, ഈ സമൂഹത്തോട്, പത്രക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സഹകരണ നിക്ഷേപകരുടെ ധർണ സംഘടിപ്പിച്ചത്. ധർണ LDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇരുമ്പിൽ വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു. തിരിച്ചു പിടിക്കാനുള്ള വകുപ്പ് ഇവരുടെ കയ്യിലില്ല. പറയുന്നത് ഞങ്ങൾ പലപ്പോഴായിട്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇനി കിട്ടാനിരിക്കുന്നതാണ്. എന്താ ഒരു സത്യശീലൻ, ഒരു ബാങ്കിന്റെ മാനേജറുടെ പേരാണത്. അയാളാണ് വലിയൊരു തട്ടിപ്പ് നടത്തുന്നത്. നിയമ ബാങ്കിലും അതുപോലെ തന്നെ രാജേന്ദ്രൻ എന്താണ് ഒരാളെ തട്ടിപ്പ് നടത്തിയിട്ടിരിക്കുന്നത്. മണികണ്ഠൻ. ഇവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇവരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും അവരുടെ ആളുകളാണ്. ED നടത്തിയിരിക്കുന്ന ഒരു അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ തട്ടിപ്പിന്റെ പിന്നിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്നാണ്. രാഷ്ട്രീയ പാർട്ടി ഓഫീസിൽ നിന്ന് വേണ്ട ഒത്താശകൾ ചെയ്തിട്ടാണ് ഈ തട്ടിപ്പ് ഇവർക്ക് നടത്താൻ പറ്റിയത് എന്ന് ED-യുടെ അന്വേഷണത്തിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചികിത്സയ്ക്കുമൊക്കെയായി നിക്ഷേപിച്ചിരിക്കുന്ന തുക അവർക്ക് ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ടടുത്ത ബാങ്കുകളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത്. പക്ഷേ അങ്ങനെ നിക്ഷേപിച്ചിട്ട് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് കേരളത്തിൽ നിരവധി ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ചികിത്സാ സഹായത്തിനായി പോയ ആളുകൾ ചികിത്സിക്കാൻ പറ്റാതെ അവർക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മക്കളുടെ വിവാഹം പറഞ്ഞ സമയത്ത് നടത്താൻ കഴിയാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും നമ്മുടെ ഗവൺമെന്റുകൾ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കേരളത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അനേകം അഴിമതിയുടെ, വെട്ടിപ്പിന്റെ, തട്ടിപ്പിന്റെ, കൊലപാതകങ്ങളുടെ ഒക്കെ നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങളൊന്നും ഞങ്ങൾ എടുക്കാതെ NDP എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നിക്ഷേപകരുടെ, പാവപ്പെട്ട നിക്ഷേപകരുടെ വിഷയം ഏറ്റെടുത്ത് അത്രത്തോളം പ്രാധാന്യം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ജനങ്ങൾ നേരിടുന്നു എന്നുള്ളതിന്റെ മാത്രം വെളിച്ചത്തിലാണ്. ഉദ്ഘാടകൻ പറഞ്ഞ 2,40,40,000 കോടി രൂപ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമല്ല നിക്ഷേപിച്ചിരിക്കുന്നത്, കേരള ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ്. 64-ൽ പാസ്സായ സഹകരണ നിയമം അനുസരിച്ച് സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് സഹകരണ സംഘങ്ങൾ ഡിപ്പോസിറ്റ് സ്വീകരിച്ച് ആ ഡിപ്പോസിറ്റിന്റെ 20%, ഇപ്പോൾ കേരള ബാങ്ക് 25% ആക്കി, 20% തുക ഫ്ലൂയിഡ് റിസോഴ്സ് അയാൾ കരുതൽ ധനമായി ബാങ്കിൽ നിക്ഷേപിച്ച് ബാക്കി 75% തുക ജനങ്ങൾക്ക്, കർഷകർക്ക്, ചെറുകിട കച്ചവടക്കാർക്കെല്ലാം വായ്പ കൊടുത്തുകൊണ്ട് അതിന്റെ ചെറിയ ലാഭമെടുത്ത് ധാരാളം ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകി ജനങ്ങളെ സഹായിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള അടിസ്ഥാനപരമായ തത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ധർണയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണവും നടന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.